പ്രിയ സ്നേഹിതരെ, ഞാൻ രാജു രാമകൃഷ്ണൻ. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് കവിത ശാന്താറാം. ദയവായി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. കൂട്ടത്തിൽ ബെൽ ബട്ടൺ അമർത്തുകയും ഷെയർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുകയും വേണം എന്നൊരു അഭ്യർത്ഥനയാണ്. ഇന്ന് നമുക്ക് ദേഷ്യം എങ്ങനെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു, ദേഷ്യം എങ്ങനെ ഉണ്ടാകുന്നു, ദേഷ്യം നമ്മുടെ ജോലിയെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഈ ദേഷ്യം എല്ലാവരിലും ജന്മനായുണ്ട് കേട്ടോ. പലതരം കാരണങ്ങൾ കൊണ്ട് ദേഷ്യപ്പെടാറുണ്ട്. അത് ചെറിയ രീതിയിലാകാം, വലിയ രീതിയിലുമാകാം. കുട്ടികളിൽ ദേഷ്യം നാം കാണാറില്ലേ? കളിപ്പാട്ടം നൽകിയില്ലെങ്കിൽ കൂട്ടുകാരോട് ദേഷ്യം, കടയിൽ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ കളിപ്പാട്ടങ്ങൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ ദേഷ്യം, അവരെ കൂട്ടുകാരോടൊപ്പം കളിക്കാൻ വിട്ടില്ലെങ്കിൽ ദേഷ്യം, എന്തെങ്കിലും നല്ല ആഹാരം വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ തണുത്ത ഐസ്ക്രീമാകും അവർ ശാഠ്യം പിടിക്കുന്നതിൽ മുഖ്യൻ, അല്ലേ? ഈ കുട്ടിക്കാല ദേഷ്യം നമുക്ക് അച്ഛനമ്മമാർ ഒരു പരിധിവരെ അവരെ സമാധാനിപ്പിച്ച് പൊരുത്തപ്പെടുത്തി ചേർത്ത് പിടിക്കും. അവർ അതിലെല്ലാം മറക്കുകയും ചെയ്യും. കുറച്ചുകൂടി വലുതായാലോ, കളിക്കൂട്ടുകാർ കളിയാക്കുമ്പോൾ കളിസ്ഥലത്ത് നിന്ന് കൃത്യസമയത്ത് വീട്ടിലെത്താതിരുന്നാൽ, അച്ഛനും അമ്മയും ശകാരിച്ചാൽ, പിന്നെ പഠിക്കുവാൻ പറഞ്ഞാൽ, അതിലുപരി ഉപദേശം കേൾക്കാൻ തീരെ ഇഷ്ടമല്ലാത്ത കോപം പൊട്ടിത്തെറിക്കുന്ന പ്രായമാണ് കേട്ടോ. അതെ, അപ്പോൾ ഇനി കുറച്ചു കാലം കൂടി കഴിഞ്ഞാലോ, കുറച്ച് യൗവന കാലത്തിലേക്ക് എത്തി. അപ്പോൾ ഈ യൗവന കാലത്തിലുള്ള ദേഷ്യം ഒരല്പം കട്ടിയുള്ളതാണ് കേട്ടോ. എന്നിരുന്നാലും നിങ്ങൾ യൗവനകാലത്തിലെ ദേഷ്യം കൂടുതലായി വരുമ്പോൾ ഒന്ന് ശാന്തമായ അന്തരീക്ഷത്തിൽ പച്ചപ്പ് നിറഞ്ഞ ഏതെങ്കിലും പുൽമേടയിൽ പോയി കുറച്ചു നേരം ഇരുന്ന് ആലോചിച്ച് നോക്കൂ. എന്നിൽ ദേഷ്യമുണ്ട്, പക്ഷേ ദേഷ്യം എനിക്ക് നന്മയൊന്നും നേടിത്തന്നിട്ടില്ല, മറിച്ച് തിന്മകൾ മാത്രം, അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിക്കൂ. അമിത ദേഷ്യം അന്ധകനാണ്. ആരാലും ചേർത്ത് പിടിക്കാൻ പോലും അറയ്ക്കുന്നു. കൂട്ടുകാർ പോലും മാറ്റി നിർത്തുന്നു, അകറ്റി നിർത്തുന്നു നമ്മെ, അല്ലേ? കൂട്ടുകാരായാലും ചേർത്ത് പിടിക്കാൻ അറയ്ക്കുന്ന ഒരു കോപമുള്ളവരാണെങ്കിലോ യൗവനകാലത്ത് നമ്മളെ കൂട്ടുകാർ അകറ്റി നിർത്തും, അല്ലേ? അപ്പോൾ അമിത കോപം ആപത്താണ്. അത് വിളിച്ചു വരുത്തുന്നത് നമ്മുടെ ദേഷ്യമെന്ന് പറയുന്ന അഹംഭാവത്തെയാണ്. അതില്ലാതാക്കണം. അപ്പോൾ അച്ഛനമ്മമാർ കുഞ്ഞുനാളിലേ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലേ? ഈ അമിത കോപം ആപത്താണ്, അല്ലേ? നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളത് ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാണ്. ഇനി ഒന്നുകൂടി പറയട്ടെ, ദേഷ്യത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ കാലക്രമേണ നമുക്ക് ദേഷ്യത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചില്ല എങ്കിൽ നമുക്ക് കാലക്രമേണ നമ്മുടെ ചിന്താശക്തിയും ഓർമ്മശക്തിയും ഈ ബാലൻസിങ്ങും ഒക്കെ നഷ്ടപ്പെടും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നാം നമ്മെ തന്നെ മറക്കുന്ന ഒരു സാഹചര്യവും സന്ദർഭവും ദേഷ്യം കൊണ്ടെത്തിക്കും. അതില്ലാതാക്കണം കേട്ടോ. ഈ ദേഷ്യം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും മലിനമാക്കുന്നത്, ഒന്ന് അസ്വസ്ഥരാക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും നോക്കാറുണ്ടോ? ഇല്ല. ചില ആളുകൾക്കറിയാം, അവനെ അല്ലെങ്കിൽ അവളെ ചില വാക്കുകൾ പറയുമ്പോൾ ഒന്ന് ചെറുതായി കളിയാക്കിയാൽ മതി, അവർ ദേഷ്യപ്പെട്ട് കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കും. അല്ലെങ്കിൽ ഈ ദേഷ്യപ്പെടുന്നവരെ കൂട്ടത്തിൽ നിന്ന് അകറ്റി നിർത്താം, അല്ലെങ്കിൽ മാറ്റി നിർത്താം. ഇങ്ങനെ ചില മിടുക്കന്മാരായ സുഹൃത്തുക്കൾ നമുക്കിടയിലുണ്ട് കേട്ടോ. അതിൽ വീണു പോകാതെ നോക്കണം. ഇത്തരം ദേഷ്യക്കാർ വീണു പോകും, എന്നാലും ഏറെക്കുറെ ശ്രദ്ധിക്കണം. അതിനുള്ള വഴി ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. ഇത് ഒന്നുകൂടി പറഞ്ഞാൽ, ചിലരിൽ ദേഷ്യം കരട് പോലെ കടന്നുകൂടിയിട്ടുണ്ട് കുറേ കാലമായി നമ്മുടെ ഉള്ളിൽ. ഒരു ചെറിയ കാര്യം മതി പൊട്ടിത്തെറിക്കാൻ, അല്ലേ? അത് എന്തുകൊണ്ടാണ്, എന്തിനാണ് എന്നൊന്നും നമ്മൾ ആരും നോക്കാറില്ല കേട്ടോ. കേൾക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരേണ്ട കാര്യവുമില്ല. ഒന്ന് അല്പനേരം ശ്രദ്ധിച്ചാൽ ഇതെല്ലാം മാറ്റിയെടുക്കുക. അത്രയ്ക്ക് ലോലമാണ്. നമ്മൾ ചിലപ്പോൾ ദേഷ്യപ്പെടാറില്ലേ? സഡൻ പെട്ടെന്ന് ആക്രമിക്കുന്ന ദേഷ്യം വരാറുണ്ട്. ചിലപ്പോൾ ചാടി എഴുന്നേൽക്കും, ഉച്ചത്തിൽ സംസാരിക്കും. മുന്നിലാണ് നമ്മുടെ ദേഷ്യപ്പെടുന്ന വ്യക്തി നിൽക്കുന്നത് എങ്കിൽ പോലും നമ്മൾ ഉച്ചത്തിൽ സംസാരിക്കും. ഡെസ്കിലോ അല്ലെങ്കിൽ അടുത്ത് കാണുന്ന ബെഞ്ചിലോ അല്ലെങ്കിൽ മേശ എന്തെങ്കിലും നമ്മൾ എടുത്തെറിയുകയോ കൈകൊണ്ട് ആഞ്ഞടിക്കുകയോ അങ്ങനെയൊക്കെ ദേഷ്യപ്പെടാറുണ്ട്. ഇതൊക്കെ അല്പം കഴിയുമ്പോൾ ആ ദേഷ്യം ഒന്ന് ശാന്തമാകുമ്പോൾ വിചാരിക്കും, ഇതൊക്കെ എന്തിനായിരുന്നു,
അല്ലേ? നമ്മുടെ ഉള്ളിൽ ഏത് സമയവും ഉണരുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ഈഗോയാണ് ഈ ദേഷ്യം, അല്ലേ? അതായത് നമ്മുടെ അഹംഭാവം. ഞാൻ പറയുന്നതാണ് ശരി, അത് സമ്മതിച്ചു തരണം, ഞാൻ പറയുന്നതാണ് എന്നുള്ള ഒരു അഹംഭാവം. എന്തുകൊണ്ട് എന്നെ ബഹുമാനിക്കുന്നില്ല എന്നൊരു തോന്നൽ. അതുകൊണ്ടും ഈ ദേഷ്യക്കാർ പെട്ടെന്ന് മനസ്സിലാക്കാതെ ദേഷ്യപ്പെടും. ഈ ദേഷ്യം എല്ലാവരിലും ഉണ്ട് കേട്ടോ, പക്ഷേ അത് അമിതമായാലാണ്. അമൃതും വിഷമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതാണ്. ഒരല്പസമയം ഈ ദേഷ്യത്തെ അല്പമൊന്ന് വിശ്രമിക്കാൻ വിടൂ. ഈ കളിയാക്കലുകൾ, കുറ്റപ്പെടുത്തലുകൾ, ഇഷ്ടമില്ലാത്ത കാര്യത്തെക്കുറിച്ചുള്ള സംസാരങ്ങൾ, ഇവയെല്ലാം നിങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ടാവും, അല്ലേ? ഈ പൊട്ടിത്തെറിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ദേഷ്യത്തെ പൊട്ടിത്തെറിക്കാൻ അനുവദിക്കരുത്. ആ സമയം ഒരു ചെറു പുഞ്ചിരി സമ്മാനിക്കുക. പുഞ്ചിരിയൊന്നും വരില്ല, ഉള്ളിൽ ചിരിയൊന്നും വരില്ല, അറിയാം. എന്നിരുന്നാലും എല്ലാം സഹിച്ച്, സർവം സഹിക്കുവാൻ തയ്യാറായി ഒരു ചെറു പുഞ്ചിരി സമ്മാനിക്കുക. കൂട്ടത്തിൽ ഒരു ശ്വാസം ഉള്ളിലേക്ക്, നല്ല ശ്വാസം ഉള്ളിലേക്ക് വലിക്കുകയും അതോടൊപ്പം 2-3 ശ്വാസങ്ങൾ ഉള്ളിലേക്ക് വലിക്കുകയും ദീർഘശ്വാസങ്ങൾ പുറത്തേക്ക് വിടുകയും ചെയ്യണം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ഇങ്ങനെ 2-3 പ്രാവശ്യം നിങ്ങൾ നിങ്ങളുടെ ദേഷ്യത്തെ പുറത്തേക്കും അകത്തേക്കും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ പുറന്തള്ളുക. ഞാൻ ഒന്നുകൂടി നിങ്ങളോട് പറയുകയാണ്, ദേഷ്യം വരുമ്പോൾ നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക, ഒരു ചെറു പുഞ്ചിരി സമ്മാനിക്കുക. ഏത് സമയവും പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ദേഷ്യം എല്ലാം നഷ്ടമാകും. ദേഷ്യത്തെ എന്നേക്കുമായി നിങ്ങൾക്ക് നശിപ്പിക്കുവാൻ കഴിയും. നിങ്ങളുടെ തൊഴിൽ സ്ഥലത്ത്, നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് ധൈര്യപൂർവം എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി എന്ന് നിങ്ങൾക്ക് നിലകൊള്ളുവാൻ കഴിയും. നിങ്ങളുടെ കുടുംബത്തിലെ അസ്വാരസ്യത്തിന് കാരണക്കാരനായ ദേഷ്യത്തെ ഒരു ചെറു പുഞ്ചിരിയിൽ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തുവാൻ പറ്റും. ആത്മവിശ്വാസം കൂടും. ഒരു ശ്വാസത്തിൽ, ഒരു ദീർഘശ്വാസത്തിൽ ഞാൻ എല്ലാം കീഴ്പ്പെടുത്തി എന്നുള്ളൊരു ആത്മവിശ്വാസം നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾ കോപത്തിലുള്ള കോട്ടങ്ങളെ നമുക്ക് മറികടക്കാൻ കഴിയും. ഒരു ചെറു പുഞ്ചിരി സമ്മാനിക്കുക. ശ്വാസം നിശ്വാസത്തിലൂടെ നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂട്ടിയെടുക്കുവാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ദേഷ്യം എന്ന് പറയുന്ന വികാരം നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെ നശിപ്പിക്കാനും നമ്മളിൽ തന്നെ അമൃതായ അധ്വാനിക്കുന്ന നമ്മുടെ അധ്വാനം ഏത് രീതിയിലാണോ ആ അധ്വാനത്തിൻ്റെ വിയർപ്പ് എങ്ങനെ നമുക്ക് ഇല്ലാതാക്കുവാൻ സഹായിക്കും എന്നുള്ളതല്ല ചിന്തിക്കേണ്ടത്. നമ്മൾക്ക് കിട്ടുന്ന വരുമാനത്തെ നമുക്ക് കൂട്ടിയെടുക്കുവാനും നമ്മുടെ ദേഷ്യം ഇല്ലാതാക്കുവാനും നമുക്ക് സാധിക്കും. നമസ്കാരം.